മിഥുന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്നുള്ള വിവരമാണ് വരുന്നത്. അതിൻ്റെ സംബന്ധിച്ച വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. രാജ്കുമാർ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മന്ത്രിമാർ ഇപ്പോൾ അവിടെ തന്നെ തുടരുന്നുണ്ടോ? പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇനി പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? സ്കൂളിലേക്ക് ഇന്ന് തന്നെ മിഥുന്റെ മൃതദേഹം എത്തിക്കുന്നുണ്ടോ? നിലവിൽ ഈ മിഥുന്റെ അച്ഛനും അനിയനും മാത്രമാണ് നാട്ടിലുള്ളത്. അമ്മ തുർക്കിയിലാണ് ജോലി ചെയ്യുന്നത്. ഇനി അവർ ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് എത്താനുള്ള ഒരു കാലതാമസം, അതൊരു പക്ഷേ 2 ദിവസമാകുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതുവരെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കാനാണ് സാധ്യത. അമ്മ വന്നതിന് ശേഷം മാത്രമായിരിക്കും സ്കൂളിൽ കൊണ്ടുവരുന്നതും അതേപോലെ തന്നെ ഈ മറ്റ് സംസ്കാര ചടങ്ങുകളും ഒക്കെ അതിനുശേഷമേ ഉണ്ടാകൂ എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമികമായ വിവരം. അതുവരെ ഇത് മോർച്ചറിയിൽ സൂക്ഷിക്കാനായിരിക്കും തീരുമാനം. ശരി രാജ്കുമാർ, ഏതായാലും ഇപ്പോൾ മന്ത്രിമാർ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തതിനു ശേഷം മിഥുൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ മന്ത്രിമാർ? സ്കൂളിലേക്ക് പോകുന്നുണ്ടോ? എന്താണ് നൽകാൻ കഴിയുന്നത്? ഇപ്പോൾ രാജ്കുമാർ പറഞ്ഞതനുസരിച്ച് സ്വാഭാവികമായും ഇനി അമ്മ എത്തിയതിന് ശേഷം മാത്രമാണ്. ഈ തുർക്കിയിലേക്ക് അമ്മ എന്നാണ് ജോലിക്ക് പോയത്? ഈ മിഥുൻ്റെ അച്ഛൻ മനു എവിടെയാണ്? തുർക്കിയിലായിരുന്നു അതോ നാട്ടിൽ തന്നെയാണോ ജോലി? എന്താണ് വിവരം സംബന്ധിച്ച്? അദ്ദേഹം ഇവിടെ നാട്ടില് നിർമ്മാണ മേഖലയിലാണ്. അദ്ദേഹം തൊഴിലാളിയാണ്. നിർമ്മാണ മേഖലയാണ് അദ്ദേഹം പണിയെടുക്കുന്നത്. അച്ഛന്റെ പേര് മനു, അമ്മയുടെ പേര് സുജ. ഈ സുജ ആദ്യം സൗദിയിലായിരുന്നു, പിന്നീടാണ് തുർക്കിയിലേക്ക് ജോലിക്ക് പോയത്. ഇനി അവര് നിലവിൽ ഇപ്പോൾ അച്ഛൻ ഈ മകനോടൊപ്പമുണ്ട്. അച്ഛനുമായി ഈ മന്ത്രിമാർ മറ്റും സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംസാരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ഫോണിൽ സംസാരിച്ചു. നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. അപ്പൊ ഇനി കുടുംബത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നീതി ഉറപ്പാക്കുന്ന കാര്യത്തിൽ മിഥുനൊപ്പം നിൽക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരുന്നു. മിഥുന്റെ നീതിയാണ് സർക്കാർ നിലകൊള്ളുക. അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയും സർക്കാരിനില്ല. ഇതിൽ ആർക്കെന്ത് വീഴ്ച പറ്റിയാലും അത് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെയൊക്കെ ഒരു തുടർച്ചയെന്ന നിലയിലാണ് ഇപ്പോൾ ഈ മന്ത്രിമാരെല്ലാം ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയതും അവരവിടെ അന്ത്യോപചാരം അർപ്പിക്കുന്നത്.